നമസ്കാരം, നിങ്ങൾക്കെല്ലാവർക്കും പാർട്ട് ടൈം ട്രേഡറിൻ്റെ ഒരു പുതിയ ഇൻഫർമേറ്റീവ് വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ മാർക്കറ്റ് കറക്ഷൻ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ ഇതുവരെ നല്ലൊരു കറക്ഷൻ വന്നിട്ടുണ്ട്. ഇനിയും മുമ്പോട്ട് ചിലപ്പോൾ കറക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളിങ്ങനെയുള്ള മാർക്കറ്റ് കറക്ഷൻസ് ഉണ്ടാകുന്ന സമയത്ത് നല്ല ഓപ്പർച്യൂണിറ്റീസാണ്, നല്ല ക്വാളിറ്റിയുള്ള, നല്ല പൊട്ടൻഷ്യലുള്ള സെക്ടറിൽ നമ്പർ 1 നിൽക്കുന്ന സ്റ്റോക്കുകൾ വിലക്കുറവിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് കുറേശ്ശെയായിട്ട് നമ്മുടെ പോർട്ട്ഫോളിയോയിൽ ആഡ് ചെയ്ത് വെക്കാം. അത് ലോങ് ടൈമിൽ നമുക്ക് വളരെ വലിയ ഗ്രോത്ത് തരാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഏതാനും നല്ല ക്വാളിറ്റിയുള്ള സ്റ്റോക്സ് കുറച്ച് വിലക്കുറവിൽ കിട്ടുന്നുണ്ട്. അതിൻ്റെ ലെവൽസും കാര്യങ്ങളൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ സ്റ്റോക്കാണ് റിലയൻസ് ഇൻഡസ്ട്രീസ്. അപ്പം ഒരിക്കലും ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു സ്റ്റോക്കിൽ മാത്രം എൻട്രി എടുക്കാതെ മാക്സിമം കുറേ സ്റ്റോക്കുകൾ ഡൈവേഴ്സിഫൈ ചെയ്തിട്ട് എൻട്രി എടുക്കാൻ നോക്കുക, കുറേശ്ശെയായിട്ട്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു. ഞാനിവിടെ ഒരു ട്രെൻഡ് ലൈൻ ഡ്രോ ചെയ്യുന്നുണ്ട്. ഓക്കെ, ട്രെൻഡ് ലൈൻ ഡ്രോ ചെയ്തു. ഏകദേശം ഈ ട്രെൻഡ് ലൈൻ നമ്മൾ കാണുന്നത് എന്താണ്, ക്ലിയർ ആയിട്ട് ആ ഒരു ട്രെൻഡ് ലൈൻ്റെ അടുത്തായിട്ട് വന്നിട്ട് ഈ ഒരു സ്റ്റോക്ക് മൂവ് ചെയ്യുന്നതായിട്ടാണ്. നമുക്ക് വലിയ ഒരു ടൈം ഫ്രെയിമാണ് എടുത്തിരിക്കുന്നത്. 2019 തൊട്ട് 2024 വരെ ഏകദേശം 5-6 വർഷത്തെ ടൈം ഫ്രെയിമാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. മന്ത്ലി ചാർട്ടാണ്. നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് 3200 എന്ന ഹൈ ടച്ച് ചെയ്തതിന് ശേഷം 2773 എന്ന ലെവലിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ നമുക്കിനി വീക്ക്ലിയിലേട്ടൊന്നും കൂടെ പോയി നോക്കാം. അതിനു മുമ്പ് നമുക്കിവിടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലെവലാണ് ഈ ഒരു ലെവൽ. ആ ഒരു ലെവലിൽ ഈ ഒരു സ്റ്റോക്ക് മൾട്ടിപ്പിൾ ടൈം റെസിസ്റ്റൻസ് എടുത്തതാണ്. അതിനുശേഷം അത് ബ്രേക്ക് ചെയ്തതിന് ശേഷമാണ് ഇതിന് മുകളിലേക്ക് പിന്നെ റണ്ണിങ് സ്റ്റാർട്ട് ചെയ്തത്. ഒരുപക്ഷെ അത് തിരിച്ച് താഴോട്ട് വരുവാണെങ്കിലും ഈ ഒരു റീജിയനിൽ വീണ്ടും അത് ആ ഒരു ലൈനിൽ വന്ന് വീണ്ടും സപ്പോർട്ട് എടുത്ത് വീണ്ടും മുകളിലേക്ക് പോകാനുള്ള സാധ്യതകൾ ഉണ്ട്. അപ്പം നമുക്ക് ഇനി ഡെയിലിയിലോട്ടൊന്ന് പോകാം. അപ്പം നമുക്ക് ഈ ഒരു റീജിയൻ നമുക്ക് ഇവിടെ ഡെയിലി ടൈം ഫ്രെയിമിൽ വരുമ്പം ഈ ഒരു റീജിയൻ നല്ലൊരു ഡിമാൻഡ് സോൺ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നല്ലൊരു ഡിമാൻഡ് ജനറേറ്റ് ചെയ്യുന്ന സോണായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം ഇത്രയും കാര്യം ഓർത്തിരിക്കുക. ഒരുപക്ഷെ ഈ ഒരു റീജിയണിൽ ഡിമാൻഡായിട്ട് വീണ്ടും ഈ ഒരു റീജിയണിൽ ഡിമാൻഡ് വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു റീജിയണിൽ നിന്ന് വീണ്ടും മുകളിലേക്ക് വരാം, അല്ലെങ്കിൽ ഈ റീജിയണിൽ നിന്ന് വീണ്ടും താഴോട്ട് വരാം. അപ്പോൾ നമുക്ക് മുകളിലേക്ക് പോയി കഴിഞ്ഞാലും താഴോട്ട് പോയി കഴിഞ്ഞാലും വലിയ പ്രോബ്ലംസ് ഇല്ലാത്ത രീതിയിൽ തന്നെ എൻട്രി എടുക്കണം. അപ്പോൾ നമുക്ക് എന്താണ്, ഈ ഒരു റീജിയണിൽ നമുക്ക് വേണമെങ്കിൽ ഒരിക്കലും ഒരു റെക്കമെൻഡേഷൻ അല്ല, ജസ്റ്റ് ഒരു കാര്യങ്ങൾ മനസ്സിലാകാൻ വേണ്ടി ഒരു എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം ഞാൻ സെബി രജിസ്റ്റേഡ് അനലിസ്റ്റ് അല്ല. അപ്പോൾ ഇങ്ങനെയുള്ള റീജിയൻസിൽ നമുക്ക് കുറേശ്ശെ ഈ ഒരു റിലയൻസ് നമ്മുടെ വേണമെങ്കിൽ പോർട്ട്ഫോളിയോയിൽ ആഡ് ചെയ്യാം. അപ്പം വീണ്ടും ഇത് ഈ റീജിയണിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് വീണ്ടും ആഡ് ചെയ്യാം. അപ്പം കറൻറ്റ്ലി നമ്മൾ ഈ ഒരു റീജിയണിലാണ് എൻട്രി എടുക്കുന്നതെങ്കിൽ അത് നമുക്ക് ഒരു വർഷത്തിനുള്ളിലാണെങ്കിലും നമുക്ക് ഓൾ ടൈം ഹൈയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം 400-430 രൂപ ഡിസ്കൗണ്ടിലാണ് കിട്ടുന്നത്. അപ്പം ഏകദേശം എത്രയാണ്, 15% അടുത്ത് ഒരു ഷോർട്ട് ടൈമിലാണെങ്കിലും നമുക്ക് ഒന്നുകിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാം. ഈ ഒരു ഓൾ ടൈം ഹൈയിലേക്ക് വരുന്ന സമയത്ത് വേണമെങ്കിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് എക്സിറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് 15% ടാർഗറ്റ് ഈ റിലയൻസിലുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള റീജിയൻസിൽ, അല്ലെങ്കിൽ ഇത് വീണ്ടും താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള റീജിയൻസിൽ കുറേശ്ശെ ക്വാണ്ടിറ്റി ആഡ് ചെയ്ത് നമുക്ക് റിലയൻസ് എന്ന സ്റ്റോക്ക് വിലക്കുറവിൽ നമ്മുടെ പോർട്ട്ഫോളിയോയിൽ ആഡ് ചെയ്ത് വെക്കാം. ഫ്യൂച്ചറിൽ ഈ ഒരു സ്റ്റോക്ക് നല്ല രീതിയിൽ അപ് ട്രെൻഡിൽ മൂവ് ചെയ്യുന്ന സ്റ്റോക്കാണ്. ഫ്യൂച്ചറിൽ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ നമുക്ക് അച്ചീവ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ഒന്നാമത്തെ സ്റ്റോക്ക്. കാര്യങ്ങൾ മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. നമുക്ക് മുകളിലേക്ക് പോയി കഴിഞ്ഞാലും ഓക്കെയാണ്, താഴോട്ട് പോകുന്നു കഴിഞ്ഞാലും നമ്മൾ ഓക്കെ ആയിട്ടുള്ള രീതിയിൽ തന്നെ നമ്മൾ കംഫർട്ടബിൾ ആയിട്ടുള്ള എൻട്രീസ് എടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ അങ്ങനെ രണ്ടാമത്തെ സ്റ്റോക്കിലേക്ക് വന്നിട്ടുണ്ട്, L&T. അപ്പോൾ ഈ ഒരു സ്റ്റോക്കും ലാർസൻ ആൻഡ് ടർബോ, ഈ ഒരു സ്റ്റോക്കും Nifty 50 തന്നെ ഒരു കമ്പനിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെ അകത്ത് നമ്മൾ ഇൻഫ്രാസ്ട്രക്ചർ ഫീൽഡിൽ ഏറ്റവും ടോപ്പ് നമ്പർ 1 റാങ്കിൽ നിൽക്കുന്ന കമ്പനി തന്നെയാണ്. ഇതിൻ്റെ അകത്ത് നമുക്ക് SIP മോഡലിൽ നമുക്ക് ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്താൻ സാധിക്കുന്നതായിരിക്കും. ഇതിൻ്റെ ട്രെൻഡ് നമ്മളൊന്ന് ചെക്ക് ചെയ്യുകയാണെങ്കിൽ മന്ത്ലി ട്രെൻഡിൽ നമുക്ക് ഇവിടെ ഈ ഒരു 2 പോയിൻറ്റ്സ് തമ്മിൽ ചേർത്ത് വരച്ച് കഴിഞ്ഞാലും നമുക്ക് ഏകദേശം ഈ ഒരു റീജിയൻ നമുക്ക് ക്ലിയർ ആയിട്ട് വരയ്ക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് ഐഡിയയ്ക്ക് വേണ്ടിയാണ് വരയ്ക്കുന്നത്. ഈ ഒരു റീജിയനിലാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും സ്റ്റോക്ക് ക്ലിയർ ആയിട്ട് അപ് ട്രെൻഡിൽ തന്നെയാണ് മൂവ് ചെയ്യുന്നത്. നമുക്ക് ഇവിടെ നിന്നും ഇതുണ്ടോ, ക്ലിയർ ആയിട്ട് അപ് ട്രെൻഡിലാണ് മൂവ് ചെയ്യുന്നത്. ഇവിടെ എന്താണ്, നല്ലൊരു കൺസോൾട്ടേഷനാണ് നടക്കുന്നത്. ഈ ഒരു കൺസോൾട്ടേഷന് ശേഷം ചിലപ്പോൾ ഇത് മുകളിലേക്ക് ബ്രേക്കൗട്ട് തരുവാണെങ്കിൽ വീണ്ടും അതിമനോഹരമായിട്ടുള്ള ഇങ്ങനെയുള്ള ഈ ഒരു മൂവ്മെൻറ്റ് നമുക്ക് വീണ്ടും കിട്ടാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ നമുക്ക് കമ്പനിയിൽ ക്വാളിറ്റി ഉണ്ട്. Nifty 50 നമ്പർ 1 റാങ്കിൽ നിൽക്കുന്ന കമ്പനിയാണ്. ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്താം വിലക്കുറവിൽ കിട്ടുന്നതനുസരിച്ച്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് ഒന്ന് പോയി നോക്കാം. കാണാൻ സാധിക്കുന്നത് നമുക്കിവിടെ ഇതിൻ്റെ ഡിമാൻഡ് സോൺസ് നമുക്ക് നോട്ട് ചെയ്യാം. ഞാൻ ജസ്റ്റ് ഇതൊക്കെ ഒന്ന് എങ്ങനെയാണ് നോട്ട് ചെയ്യുന്നതെന്നൂടെ മനസ്സിലാകാൻ വേണ്ടിയാണ് 1 by 1 ആയിട്ട് ഓരോ കാര്യങ്ങളും ഡിസ്ക്രൈബ് ചെയ്ത് പറയുന്നത്, എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊരു ഡിമാൻഡ് സോണാണ്, മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് മറ്റൊരു ഡിമാൻഡ് സോൺ ഉള്ളതാണ്. ഒരുപക്ഷെ ആ ഒരു ലെവലിൽ തന്നെ നിന്നേക്കാം. ഇപ്പോഴത്തെ കറൻറ്റ് റീജിയൻ ഒരു ഡിമാൻഡ് സോണാണ്. അതുപോലെ അല്ലെങ്കിൽ ഈ ഒരു റീജിയനിലേക്ക് ഒരുപക്ഷെ വന്നേക്കാം. ഇവിടെ നമുക്ക് ഇങ്ങനെ ഒരു ഡിമാൻഡ് സോൺ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ്, ഈ ഒരു റീജിയണിൽ മൾട്ടിപ്പിൾ ടൈം
അപ്പോൾ ഈ ഒരു റീജിയൻ നല്ലൊരു ഡിമാൻഡ് സോണാണ്. ഓക്കെ, ഒരുപക്ഷേ ഇവിടെ നിന്ന് ഇനി മൂവ് ചെയ്തേക്കാം. ഇപ്പോൾ 3493 നമുക്ക് ഒന്നുകിൽ ലോങ് ടൈമിലേക്ക് കുറച്ച് സ്റ്റോക്ക് ആഡ് ചെയ്യും, അല്ലെങ്കിൽ ഒരു 3 മാസം 6 മാസത്തിനുള്ളിലാണെങ്കിലും നമുക്ക് ഈ ഒരു ഹൈറ്റിലേക്ക് തന്നെ വന്നു കഴിഞ്ഞാൽ 3900 ഈ ഒരു റീജിയനിലേക്ക് തന്നെ വന്നു കഴിഞ്ഞാലും നമുക്ക് ഏകദേശം 400 രൂപ സംതിങ് പ്രോഫിറ്റ് വരുന്നുണ്ട്. ഏകദേശം ആ ഒരു ടാർഗറ്റ് ആണെങ്കിൽ നമുക്ക് 15% റിട്ടേൺ തരും. ഓക്കെ, ഇത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അതല്ല ഈ ഒരു റീജിയനിൽ നിന്ന് താഴോട്ടാണ് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു റീജിയനിൽ എൻട്രി എടുക്കാം. അപ്പം ഈ ഒരു റീജിയനിലാണെങ്കിൽ നമുക്ക് ചെറിയ ഇതിൻ്റെ ആവറേജ് വാല്യൂ താഴോട്ട് വന്നോളും. അതിനുശേഷമാണെങ്കിലും ഈ ഒരു ഓൾ ടൈം ഹൈയിൽ എക്സിറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് 15% എന്നുള്ളത് ഒരു 18-19%, 18% അല്ലെങ്കിൽ 19%-ലൊക്കെ നമുക്ക് ടാർഗറ്റ് ബുക്ക് ചെയ്യാം. ഓക്കെ, ഇത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അത് സിമ്പിളായിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെയുള്ള സ്റ്റോക്കുകൾ വളരെ സിമ്പിളായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി കമ്പാരിസണും കാര്യങ്ങളൊക്കെ വളരെ സിമ്പിളായിട്ട് എക്സൽ ഷീറ്റിൽ ചെയ്യാൻ സാധിക്കും. അതിനൊക്കെ വേണ്ടി ഒരു ETF ആൻഡ് സ്റ്റോക്സ് അഡ്വാൻസ്ഡ് SIP എന്ന് പറഞ്ഞ മോഡലുണ്ട്. ആ ഒരു മെത്തേഡ് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാൻ ഇപ്പോൾ ലിമിറ്റഡ് ടൈം ഫ്രീ ഓഫറുണ്ട്. അപ്പോൾ അതിനുവേണ്ടി വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തതിന് ശേഷം വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക. കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. വളരെ കുറച്ച് നാളത്തേക്ക് മാത്രമേ ഉള്ളൂ ഈ ഒരു ഓഫർ. ഓക്കെ, താങ്ക് യു. ഇനി നമുക്ക് ടാറ്റ മോട്ടേഴ്സാണ്. അപ്പം നമ്മളെല്ലാം വലിയ നമ്പർ 1 നമ്പർ 2 കമ്പനികൾ മാത്രമാണ് എടുത്തിട്ടുള്ളൂ ഓരോ സെക്ടറിലെയും. അപ്പം നമുക്ക് ഇവിടെയും കാണാൻ സാധിക്കുന്നുണ്ട് അതിമനോഹരമായിട്ട് അപ് ട്രെൻഡിലാണ് ഈ ഒരു സ്റ്റോക്ക് മൂവ് ചെയ്യുന്നത്. നമ്മളിതിൻ്റെ ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് വരികയാണെങ്കിൽ ഈ ഒരു റീജിയൻ എക്സാക്റ്റ് ആയിട്ട് ഡിമാൻഡ് സോണാണ്. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. കണ്ടോ, ഇതിനു മുമ്പും ഈ ഒരു റീജിയനിൽ നിന്ന് റിവേഴ്സ് മൂവ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു റീജിയൻ സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. ഈ ഒരു റീജിയനിൽ നിന്ന് വീണ്ടും മുകളിലേക്ക് പോകാൻ നോക്കിയിട്ടുണ്ട് ഈ ഒരു റീജിയനിൽ നിന്ന്. അപ്പം നമുക്ക് ഇത് 1150 1200 അടുത്ത് തന്നെ ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തിരുന്നു. ഇപ്പം വെറും 930 രൂപയിലിട്ട് വളരെ സ്പീഡായിട്ടൊരു കറക്ഷൻ വന്നിട്ടുണ്ട്. പിന്നെ ഇങ്ങനെയുള്ള കറക്ഷൻസിൽ എൻട്രി എടുത്ത് പതുക്കെ ഹോൾഡ് ചെയ്ത് വെക്കുക. അപ്പോൾ ലോങ് ടൈമിൽ നല്ല ഗ്രോത്ത് ഇങ്ങനെയുള്ള കമ്പനീസ് തരും. ഈ ഒരു കമ്പനിയാണെങ്കിലും ഏകദേശം ഒരു 200 രൂപ അടുത്ത് നമുക്കൊരു ടാർഗറ്റ് വളരെ സിമ്പിളായിട്ട് തരാൻ സാധ്യതകളുള്ള കമ്പനിയാണ്. ഈ ഒരു റീജിയനിലാണെങ്കിൽ നമുക്ക് കുറച്ച് ക്വാണ്ടിറ്റി ആഡ് ചെയ്ത് വെച്ച് ഷോർട്ട് ടൈമിലാണെങ്കിലും നമുക്ക് ഏകദേശം ഒരു 15-20% ടാർഗറ്റ് വളരെ സിമ്പിളായിട്ട് നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കും. നമുക്ക് എപ്പോഴും ഒരു കാര്യം ഓർത്തിരിക്കുക, നമുക്ക് മാർക്കറ്റ് ഈ നിഫ്റ്റിയുടെ ചാർട്ട് നിഫ്റ്റി ഇപ്പോൾ കറൻലി നല്ല രീതിയിൽ ഒരു കറക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഏതൊരു പോയിന്റിൽ നിന്ന് അത് റിവേഴ്സ് ആകും എന്ന് നമുക്ക് എക്സാക്റ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. അപ്പം റിവേഴ്സ് ആകുന്ന അനുസരിച്ച് ഈ ഒരു സ്റ്റോക്കുകളിലെല്ലാം നമുക്ക് പ്രോഫിറ്റ് തരും. അപ്പം നമുക്ക് കുറച്ച് ക്വാണ്ടിറ്റികൾ മാത്രം ആഡ് ചെയ്യുക. ഞാൻ നിഫ്റ്റിയുടെ ചാർട്ടും കൂടെ ഒന്ന് ഓപ്പൺ ആക്കി കാണിക്കാം. നിഫ്റ്റിയുടെ ചാർട്ട് ഞാൻ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അപ്പം ഇത് നിഫ്റ്റി 26,300 ഏകദേശം ആ റീജിയനിലേക്ക് ഹൈ ക്രിയേറ്റ് ചെയ്തിരുന്നു. എപ്പോഴും ശ്രദ്ധിക്കുക, പെട്ടെന്നുള്ള മാർക്കറ്റിൽ കറക്ഷൻസ് ഉണ്ടാകുന്ന കാണാൻ സാധിക്കും. ഇതുണ്ടോ, വളരെ ഗ്യാപ്പ് ഡൗൺ ഒക്കെ ഉണ്ടായി വലിയ കറക്ഷൻസ്. അപ്പോൾ ഇവിടെയും നല്ല ഗ്യാപ്പ് ഡൗൺ ഒക്കെ ഉണ്ടായി നല്ല രീതിയിൽ മൂവ് ചെയ്ത് താഴോട്ടൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പലതവണ ഉണ്ടായിട്ടുണ്ട്. അപ്പം അവിടെ നിന്ന് വീണ്ടും മാർക്കറ്റ് റിക്കവർ ആവുന്നു, വീണ്ടും റിക്കവർ ആവുന്നു, വീണ്ടും റിക്കവർ ആവുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഒരുപക്ഷേ ഈ ഒരു റീജിയൻ നല്ലൊരു റെസിസ്റ്റൻസ് റീജിയൻ ആയിരുന്നു, ഇവിടെ ഒരു സപ്പോർട്ട് റീജിയൻ ആയിരുന്നു. അപ്പോൾ ഈ ഒരു റീജിയനിൽ ചിലപ്പോൾ ഒരുപക്ഷേ സപ്പോർട്ട് എടുത്തിട്ട് വീണ്ടും മൂവ് ചെയ്തേക്കാം. അതല്ല വീണ്ടും ഈ ഒരു റീജിയനിൽ നിന്ന് വീണ്ടും താഴോട്ടൊക്കെയാണ് വരുന്നതെങ്കിൽ വീണ്ടും ഒരു 24,000 എന്ന റീജിയനിലേക്കൊക്കെ ഒരുപക്ഷേ മാർക്കറ്റ് വീണ്ടും ഒരു 1000 പോയിൻ്റൊക്കെ വീണ്ടും താഴോട്ട് വന്നേക്കാം. അപ്പോൾ നമുക്കത് കൃത്യമായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇൻ കേസ് ഇവിടെ നിന്ന് മൂവ് ചെയ്യുവാണെങ്കിൽ നമുക്ക് പിന്നെ അവസരങ്ങൾ കുറഞ്ഞു. എന്താണ്, ചെറിയ SIPകൾ നടത്തുക, ചെറിയ രീതിയിൽ പതിയെ നിഫ്റ്റി 50-ലുള്ള ഏറ്റവും ക്വാളിറ്റി ഉള്ള കമ്പനീസ് പതുക്കെ ആഡ് ചെയ്യുക. അതുപോലെ തന്നെ നല്ല ETFകൾ നമ്മുടെ പോർട്ട്ഫോളിയോയിൽ കുറച്ച് ആഡ് ചെയ്യുക. കുറച്ച് എൻട്രീസ് ഒരു ഷോർട്ട് ടൈമിൽ ഒരു 3-6 മാസം കഴിയുമ്പോൾ അത്യാവശ്യം പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുക. കുറച്ച് നമ്മുടെ പോർട്ട്ഫോളിയോയിൽ ഹോൾഡ് ചെയ്ത് വെക്കുക ലോങ് ടൈമിൽ. അങ്ങനെയൊക്കെയാണ് നമുക്ക് നല്ല വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഞാൻ മാക്സിമം വളരെ ജെന്യുവനായിട്ട് ഏറ്റവും നല്ല മെത്തേഡ്സാണ് എൻ്റെ ചാനലിൽ ഞാൻ ബാക്കിയുള്ളവരിൽ ഷെയർ ചെയ്യുന്നത്. ഞാൻ പേഴ്സണലി ചെയ്യുന്ന മെത്തേഡ്സാണ് ചെയ്യുന്നത്. വാട്സപ്പിലാണെങ്കിലും പ്രോഫിറ്റ് ബുക്കിംഗ് ഒക്കെ കാണിക്കുമ്പം വല്ല അമേസിംഗ് ആയിട്ടുള്ള റിട്ടേൺസും കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല. കാരണം ഞാൻ വളരെ ഒരു പാർട്ട് ടൈം ആയിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ എക്സാക്റ്റ് ആയിട്ട് അവർ ബാക്കിയുള്ളവരിലേക്ക് ഷെയറും ചെയ്യുന്നുണ്ട്. അപ്പം അതുപോലെ തന്നെ നമുക്ക് എന്താണ്, എൻ്റെ ചാനലിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും വ്യൂവും കാര്യങ്ങളൊക്കെ കുറവാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു അമേസിംഗ് ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊന്നും ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നില്ല. എല്ലാം ഒരു സത്യസന്ധമായിട്ടുള്ള കണ്ടൻസാണ് ഞാൻ ആഡ് ചെയ്യാൻ നോക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഒരുപാട് ആൾക്കാർ അട്രാക്ഷൻ വരാത്തത്. ആക്ച്വലി എന്തെങ്കിലും ഫ്രോഡായിട്ടോ അല്ലെങ്കിൽ ഒത്തിരി അട്രാക്ട് ചെയ്യുന്ന രീതിയിലോ അല്ലെങ്കിൽ അമേസിംഗ് റിട്ടേൺ പറഞ്ഞ് വീഡിയോസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വ്യൂസും കാര്യങ്ങളൊക്കെ കൂടുതൽ വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം ജെന്യുവനായിട്ടുള്ള മെത്തേഡ്സ് മാത്രം ഫോളോ ചെയ്യുക. മാർക്കറ്റിൽ നിന്നൊരു 20-30% നമുക്ക് ഇയർലിയിൽ അച്ചീവ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ വളരെ വലിയൊരു കാര്യമാണ്. നമുക്ക് ലോങ് ടൈമിൽ അതിമനോഹരമായിട്ടുള്ള ഗ്രോത്ത് കോമ്പൗണ്ടിങ്ങിൽ 10-15 വർഷം കഴിയുമ്പോഴത്തേക്കും അതിമനോഹരമായിട്ടുള്ള കോമ്പൗണ്ടിങ്ങിലൂടെ വലിയ ക്യാപിറ്റലിലേക്ക് പോകാൻ സാധിക്കുന്നതായിരിക്കും. അതിനുശേഷം SWPയിലൂടെ നമുക്ക് ഫൈനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്താൻ സാധിക്കുന്നതായിരിക്കും. ഞാനിവിടെ സ്വിംഗ് ട്രേഡിങ്ങിൻ്റെ ഒരു കോഴ്സ് ഞാൻ ഓൾറെഡി തികച്ചും സൗജന്യമായിട്ട് ഈ ചാനലിൽ ചെയ്തിട്ടുണ്ട്. വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ലഭിക്കും, അവിടെ പോയി അത് പഠിക്കാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ പ്രീമിയം മെത്തേഡ്സ്, പ്രീമിയം സ്ട്രാറ്റജീസ് ഗോൾഡിലും
നിഫ്റ്റിയിലും എങ്ങനെ നമുക്ക് ഒരു കോറിലേഷൻ മെത്തേഡിൽ ഇൻവെസ്റ്റ് ചെയ്യാം എന്നുള്ള ഒരു മെത്തേഡ് ചെയ്തിട്ടുണ്ട്. അതും വീഡിയോ ഡിസ്ക്രിപ്ഷനിലൊക്കെ ഉണ്ട്. അതൊക്കെ പോയി പഠിക്കുക, പതുക്കെ അപ്ലൈ ചെയ്ത് നോക്കുക. ചെറിയ ക്യാപിറ്റൽ വളരെ ജെന്യൂൻ ആയിട്ടുള്ള മെത്തേഡ്സാണ്. ഓക്കെ, താങ്ക് യു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ബാക്കിയുള്ളവരും കൂടി ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, താങ്ക് യു.